ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തേതൊരു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ചെറിയൊരു ട്രാവൽ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് നമ്മൾ വെക്കേഷനല്ലേ, അപ്പം മൈസൂർ പോയതായിരുന്നു കേട്ടോ. മൈസൂരല്ല, നമ്മൾ കുടക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമല്ലേ, അപ്പോൾ ആടെ ഒരു കർണാടക ബോർഡറിൽ വരുന്ന, അപ്പോൾ ആടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്, കർണാടകയിൽ. അപ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നെടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഇങ്ങനെ പോകാമെന്നുള്ളത്. നമ്മളൊരു ഫ്രണ്ട് ആടെയുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിച്ച് അവരെ കാണാം, പിന്നെ അടുത്ത നാടും അങ്ങനെയെല്ലാം കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാനാക്കിയതായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗ് കാണാൻ ഇഷ്ടമില്ലവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. ജസ്റ്റ് ഞാൻ നമ്മൾ ആ ഒരു എന്താണ് പോയതും ആ ഒരു ഇതെല്ലാം കുറച്ച് ക്ലിപ്പിങ്സേ എടുത്തിട്ടില്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ വെക്കേഷനിൽ ഇങ്ങനെ നല്ല റിലാക്സ് ആയിട്ട് പോകുന്നതല്ല, അപ്പം വീഡിയോ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ ടൈം കളഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ പൊതുവേ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമല്ല. വീഡിയോസ് എല്ലാം എടുക്കലെല്ലാം അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ. അപ്പം വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അതിൽ തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധ ഫുള്ളായിട്ടുണ്ടാവില്ല. നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് നമുക്കിങ്ങനെ ഒരു മെമ്മറീസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം കാണാം കേട്ടോ, അല്ലാത്തവരെന്തായാലും സ്കിപ്പ് ചെയ്തോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പോയിട്ടുള്ളത് കർണാടകയിലാണ് കേട്ടോ പോയത്. അപ്പോൾ പോകലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ എന്താ പറയുക, കാസർഗോഡ് വഴിയാണ് കേട്ടോ പോയിട്ടുണ്ടായത്. പാണത്തൂർ അങ്ങനെ ആ ഒരു ഇതിലേ കൂടിയാണ് കേട്ടോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ ഇടുന്നൊരു രാവിലെ 9 മണി 8:30 ആ ഒരു ടൈമിനായിട്ട് ഇറങ്ങിയിട്ട് അവിടെ ഏകദേശം ഉച്ചയാകാനാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നാച്ചുറലായിട്ട് പ്രകൃതിനെ തൊട്ടറിഞ്ഞിട്ടുള്ളൊരു പോകലാണ് കേട്ടോ ഇത്. കാരണം ആ ഒരു അധികം ആൾക്കാരില്ല, വണ്ടിയൊന്നും ഇല്ലാത്തൊരു ഇങ്ങനെ ഒരു കാട് പോലത്തെ ഒരു ഏരിയ അല്ലേ. അവരെ ബോർഡർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാട്ടിലൂടെ വേണമല്ലോ പോകാനായിട്ട്. അപ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട്. ഇങ്ങനെ ആരും ഇല്ലല്ലോ, നമ്മൾ മാത്രമാണ് കേട്ടോ ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ആകെ 2-3 വണ്ടി എങ്ങനെ പാസ് ചെയ്തിട്ടുണ്ടായിട്ടും, ബാക്കി പിന്നെ നമ്മൾ മാത്രം ഒറ്റക്കായിരുന്നു കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടായത്. അപ്പോൾ ഓരോരോ സ്ഥലത്തും അനിമൽസിൻ്റെ എല്ലാം പിക്ചർ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ഇന്നത് ഉണ്ടാവുന്നില്ല, ആ ഒരു സിഗ്നലെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഒരു ഒരു പേടി പോലെയെല്ലാം ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, നമ്മളിങ്ങനെയെല്ലാം പോകുന്ന ടൈമിലുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല. കാരണം നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളെല്ലാം ആയിട്ട് പോകുമ്പോൾ ഇങ്ങനെ വെള്ളച്ചാട്ടം ഇതെല്ലാം കാണും. ഇപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ പിന്നെ മഴയില്ലാത്തൊരു വേനൽ ടൈമിലല്ലേ നമ്മൾ പോയിട്ടുണ്ടായത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു വെള്ളമൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലാത്ത. പക്ഷെ ഞാൻ മുമ്പൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ എല്ലാം ഒരുപാട് ആൾക്കാർ വണ്ടിയെല്ലാം നിർത്തിയിട്ട് അവർ വെള്ളച്ചാട്ടത്തിലെല്ലാം ഇറങ്ങുന്നതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകുന്ന ടൈമിലുണ്ടല്ലോ, അങ്ങനത്തെ ആരുമില്ലാത്ത അങ്ങനത്തെ സ്ഥലത്തൊന്നും പുറത്തൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും സേഫ്. കാരണം ഒന്നാമത് നമുക്കറിയാത്ത നാട്, എല്ലാം മൊത്തത്തിൽ അറിയാത്തതല്ലേ, നമ്മൾ പുതിയൊരു സ്ഥലത്തെത്തിയതല്ലേ. അപ്പോൾ പിന്നെ നമ്മളൊന്ന് സേഫാക്കി വെക്കുക. അങ്ങനെ നമ്മൾ ആടുന്നെല്ലാം ഇറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ടൗൺ ഏരിയ എല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ടൗണിലെല്ലാം എത്തിയ പിന്നെ നമ്മൾ വരുന്ന ടൈമിൽ തന്നെ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡെല്ലാം നമ്മളിങ്ങനെ ഇലയിലെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ദിവസം അവിടെ കുറേ സ്ഥലത്തെല്ലാം പോകാനെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം പോയി. പിന്നെ ഇത് നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതായിരുന്നു കേട്ടോ. അത് നമ്മൾ ആടെയാണ് അന്നത്തെ ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളെ ഗൾഫിൽ ഉള്ളൊരു ഫ്രണ്ടായിരുന്നു കേട്ടോ അവർ. പിന്നെ അവരെ പിറക്കുന്നത് നമുക്ക് വീഡിയോ എടുക്കാനേ ഒരു ഇതില്ല. നമ്മളിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ എന്തോ പോലെയല്ല നമുക്ക് വീഡിയോസെല്ലാം എടുക്കുമ്പോൾ. മാഷാഅല്ലാഹ് അവർ നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് കേട്ടോ അവരെ പുരയ്ക്ക് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ അവർ രാത്രിയത്തെ ഫുഡ് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിന്ന സ്ഥലം ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് ആയിട്ട് എടുത്തതായിരുന്നു.
പിന്നെ നമ്മൾ ആ ഒരു ദിവസം എന്താണ് ഇത് പിറ്റേന്നാണ് കേട്ടോ. പിറ്റേന്ന് നമ്മൾ ആ ഒരു കർണാടക ഈ കൂർഗിൽ നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ വെറുതെ ഗൂഗിൾ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയതേന്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതില്ല, നമ്മളേതോ ഒരു മോഹൻലാലിൻ്റെ ഒരു മൂവിയിൽ കണ്ടിട്ട് മറ്റേ എന്താണ് അക്കുസൂട്ടോ എന്ന് വിളിച്ചിട്ടില്ലേ, ആ ഒരു കുറേ ഇങ്ങനെ സ്വാമിനെ കണക്കത്തെ സ്വാമിയല്ല, എന്തോ ഒരു ജൈനമത അങ്ങനെ എന്തോ പറയില്ല, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ ഏതായാലും നമുക്കിങ്ങനെ അതെല്ലാം ഇങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു ടെമ്പിളിൽ എല്ലാവർക്കും പോകാട്ടോ, അങ്ങനെ ഇന്ന ആൾക്കേ പോയിക്കൂടും അങ്ങനത്തെ കണക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ അതിലും ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു സമാധാനമായിട്ട് നല്ല പാങ്ങുണ്ടായിരുന്നു ഇവിടെ കയറുമ്പോൾ. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ പിറ്റേ ദിവസമാണ് വരുന്നത്, ഫസ്റ്റ് നമ്മൾ ഈടെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായത്. ഫാത്തിമയെല്ലാം നല്ല എന്താണ് അവൾ നല്ല റിലാക്സ് ആയിട്ട് അതിലിരിക്കുന്നുണ്ടായിന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വേറൊരു സ്ഥലത്തും ഇതെല്ലാം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ വന്ന് എന്താണ് വൈക്ക് ഇങ്ങനെ ഓരോ ഗേറ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് കണ്ടുതരാം ജസ്റ്റ് അങ്ങനെ കയറിയതായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം പുതിയൊരു അനുഭവമല്ലേ നമുക്ക്, പുതിയൊരു സ്ഥലത്തെത്തി അടുത്ത ആ നാട്ടിലെ കൾച്ചറും കാര്യങ്ങളും ആ നാട്ടിലെ ആൾക്കാരെല്ലാം കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഇതല്ലേ. അപ്പോൾ ഇതും ആ കൂർഗിലെ ഒരു എന്താണ് ഇവിടെ ചെറിയൊരു മ്യൂസിയം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ അവരതായിട്ടുള്ള ആ ഒരു എന്താണ് അവരാ ഒരു എന്താ പറയുക ആ ഒരു കൾച്ചറും കാര്യങ്ങളെല്ലാം ആയിട്ടില്ല കുറച്ച് ഇങ്ങനത്തെ സ്റ്റാച്ചു എല്ലാം വെച്ചിട്ട് അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളെല്ലാം ഇടുന്നുണ്ട് കേട്ടോ, അവർ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാർക്കിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയുന്നില്ല കേട്ടോ, എന്തോ ഒരു പേരുണ്ട്. പക്ഷേ ഇതിൽ മെയിനായിട്ട് ആ ഒരു പാലം ഉണ്ടല്ലോ ഫസ്റ്റ് കണ്ട, അത് മാത്രമേ കുറച്ച് പാങ്ങിൻ്റെ എന്താണ് നല്ല പാങ്ങുണ്ടായിട്ടു, ബാക്കിയെല്ലാം പിന്നെ കണക്ക് തന്നെ. ഒന്നാമത് നമ്മൾക്ക് നല്ല ചൂടല്ലേ ഉണ്ടായത്, അപ്പോൾ ഈ ചൂടിന് കുട്ടികളെയും കൊണ്ടുള്ള ഈ നടക്കലും കുട്ടികൾക്ക് തന്നെ ഒന്നും നമുക്കും തീരെ ആകുന്നേ ഇല്ല കേട്ടോ, കാരണം അങ്ങനത്തെ വെയിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു വ്ളോഗ് എഡിറ്റ് ചെയ്യുന്ന ടൈമിലെല്ലാം നല്ല മഴയാണ് കേട്ടോ പുറത്തുള്ളത്. അങ്ങനെ ഇപ്പോൾ ഇത് നമ്മൾ ആടെ നിന്ന് ഇറങ്ങി, പിന്നെ ആടെ ഒരു ഡാമും പിന്നെ എന്തോ വൈൽഡ് എലിഫൻറ്റിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അതിനെ ഫീഡ് ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ഇത് കാണാമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മളിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അങ്ങനെ കണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ കൂർഗിൽ ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് നല്ല ടൂറിസ്റ്റ് പ്ലേസ് ഇങ്ങനെ അടിച്ച് നോക്കിയാലും അതെല്ലാം ഇങ്ങനെ കണ്ടിട്ട് നമ്മളിങ്ങനെ എന്താണ് അങ്ങനെ പോയി നോക്കിയതാണ് കേട്ടോ. ഇതും നല്ല അടിപൊളിയായിരുന്നു, കാരണം പിന്നെ ഇവിടെ എനിക്ക് നല്ല ചൂടെല്ലായിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അടുത്തൊന്നും അങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ അടിച്ച് ആസ്വദിച്ചിട്ട് അതിനിങ്ങനെ ഫുഡ് കൊടുക്കലും എല്ലായിരുന്നു. പിന്നെ അവിടെ തന്നെ ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ ആ ഒരു ചക്കര ഇത് കണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് എടുത്തതായിരുന്നു. കാരണം നമ്മളിങ്ങോട്ടെല്ലാം ചക്കയിൽ എത്രയാന്ന് വളപ്പിലെല്ലാം ഇങ്ങനെ പോന്ന് അങ്ങോട്ടെല്ലാം ചക്കക്കെല്ലാം ഭയങ്കര ഡിമാൻഡ് തന്നെ കേട്ടോ, എല്ലാം ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മളിപ്പം എത്തിയിട്ടുള്ളത് മൈസൂരിലാണ് കേട്ടോ. ഇപ്പോൾ എല്ലാം വ്ളോഗ് എടുത്ത ടൈമിൽ നമ്മളെത്തിയത് മൈസൂരാണ്. അപ്പോൾ മൈസൂർ നമ്മളവിടെ ഒരു ഹോട്ടലിൽ റൂമെല്ലാം എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം വൈകുന്നേരമായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ രാത്രിയിലായതുകൊണ്ട് തന്നെ പിന്നെ അവിടെ പിന്നെ പ്രത്യേകിച്ച് രാത്രിക്കൊന്നും എല്ലാം എന്താണ് ഒന്നും ഉണ്ടാവില്ലല്ലേ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ റൂമെടുത്ത് അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞ് പിറ്റേന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിച്ച് അവിടെ തന്നെ ആ ഒരു ഹോട്ടലിൽ തന്നെ ഉള്ളൊരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്താണ് അവിടുത്തെ ഫുഡെല്ലാം വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വിചാരിച്ച് മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള ഫുഡെല്ലാം തന്നെയായിരുന്നു. പിന്നെ അവിടെ മെയിനായിട്ട് നമ്മൾ പോയത് ഈ ഒരു മൈസൂർ പാലസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. അപ്പോൾ ഇത് ഞാൻ അധികം ആളും ഇങ്ങനെ പോകുന്നതില്ല, ഞാൻ ഗൾഫിലുള്ള ടൈമിലെല്ലാം പറയുന്നേക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഗൾഫിൽ തന്നെ പോയതുകൊണ്ട് നമ്മൾ നാട്ടിലൊന്നും അങ്ങനെ എവിടെയും ടൂറൊന്നും പോയിട്ടേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ തന്നെയാണ് കൂടുതൽ പിന്നെയും ഓരോരോ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായത്. പക്ഷെ നാട്ടിൽ നമ്മൾ എവിടെയും അങ്ങനെ പോയിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ അവിടെയുള്ള ടൈമിനെല്ലാം നമ്മളിങ്ങനെ ഓരോരാൾ മൈസൂർ ഇവിടെയെല്ലാം പോയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമ്മളായിരിക്കും നമുക്ക് എപ്പോഴെങ്കിലും പോകണം എന്നല്ല ഇങ്ങനെ വിചാരിച്ചൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. പക്ഷെ നമ്മളിവിടെ വന്നതുണ്ടല്ലോ, ചൊവ്വാഴ്ച ദിവസമൊന്നും മൈസൂർ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ചൊവ്വാഴ്ച ഇവിടെ സൂ ഒന്നും ഇല്ല കേട്ടോ. സൂ പിന്നെ അങ്ങനെ 2-3 സ്ഥലങ്ങൾ ഈ ചൊവ്വാഴ്ച ദിവസം ഇല്ല, അതെല്ലാം ഇവിടെ ഓഫാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ
പാലസ്, പിന്നെ 2-3 സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട്, ഈ ഒരു പാലസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ തന്നെ ഹിസ്റ്ററി എല്ലാം അവിടെ തന്നെ എഴുതി വെച്ചിട്ടെല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം എനിക്കും വലിയൊരു ഐഡിയ ഒന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ ആ ഒരു പാലസിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറച്ചെല്ലാം കേട്ടിട്ട് അങ്ങനെ മുമ്പേ ഞാനിതിങ്ങനെ കാണണം എന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഈ ഒരു മൈസൂർ പാലസ് കാണാൻ. അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ, മാക്സിമം ഒരു 2 മണിക്കൂറിൻ്റെ അടുത്തെല്ലാം ഉണ്ട് കേട്ടോ. ശരിക്കും നമ്മളിങ്ങനെ എല്ലാം നോക്കി ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നവരെല്ലാണെങ്കിൽ ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇവിടെ നല്ല നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിലിങ്ങനെ നടക്കുമ്പോൾ വേറെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഓരോരോ റൂമിൻ്റെ ഓരോരോ മുറി ഇങ്ങനെ കാണൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ട്രോളർ ചെറുതായിട്ട് പണിയാണ് കേട്ടോ, കാരണം ഇതിങ്ങനെ എടുത്തിട്ട് ഓരോരോ സ്റ്റെപ്പ് കയറൽ കുറച്ച് ടാസ്ക് തന്നെ ആയിരുന്നു. ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഉണ്ട് കേട്ടോ ഈ ഒരു പാലസ് കാണാനായിട്ട്. മൈസൂരെല്ലാം എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ ഈ ഒരു പാലസെല്ലാം കാണാനായിട്ട്. നമുക്ക് ലൈഫിൽ ഇങ്ങനെ കാണണം എന്നെല്ലാം ഇങ്ങനെ വിചാരിക്കുന്ന ഉണ്ടാവില്ലേ, നല്ല ഈ വീഡിയോസിൽ തന്നെ കാണുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ ഉള്ളത്. ശരിക്കും നമ്മളിങ്ങനെ ഉണ്ടല്ലോ ചെറിയ ചെറിയ യാത്രകളെല്ലാം ചെയ്യണം, എന്നാലും നമുക്ക് മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. കാരണം നമ്മളെപ്പോൾ ഈ പുരൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് നമുക്കൊരുപാട് സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ. പക്ഷെ നമ്മളിങ്ങനെ ഇടയ്ക്കെല്ലാം ഒന്ന് ചെറിയ അതായത് ലോങ് തന്നെ പോകണമെന്നില്ല, നമ്മളടുത്തില്ല നല്ല സ്ഥലങ്ങളിലെല്ലാം പോയിരുന്ന് കുറച്ച് സംസാരിച്ച് അത് ആ ഒരു പുറത്തിറങ്ങുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു ഹാപ്പിനെസ് അല്ല. നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് എത്ര പേരുടെ ഉള്ളിലിരിക്കുമ്പോൾ ആ ഒരു ഇത് കിട്ടൂല നമ്മളെ മൈൻഡ്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ പുറക്കത്ത് ഇതൊന്നും നമ്മൾ ചിന്തിക്കാണ്ട് നമ്മൾ പുതിയൊരു ലോകത്തെത്തിയ ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നൽ. അപ്പോൾ നമ്മൾ ഈ ചെറിയ യാത്രകളെല്ലാം ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് കേട്ടോ. ഇതിൽ പറയുന്നത് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചാലും കുഴപ്പമില്ല. യാത്രയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ആ നാട്ടിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നമ്മളെ നോർമൽ വ്ളോഗെല്ലാം ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷനെല്ലാം പോയ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൂറെല്ലാം പോകാൻ ആഗ്രഹിക്കുന്നവർ മടിച്ച് നിൽക്കുകയേ വേണ്ട, എന്തായാലും ടൂറെല്ലാം പോകണം. ഇങ്ങനെ ചെറിയ യാത്രകളെല്ലാം നടത്തി മനസ്സെല്ലാം നല്ല സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. നമ്മളെപ്പോൾ ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുള്ള് സ്ട്രെസ്സായിട്ട് ഇരിക്കാണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എല്ലാം ചെയ്യുന്നതും നല്ലതാണ്.